നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നവാസിന്റെ മരണം രഹ്ന എങ്ങനെ അതിജീവിക്കും? ഉറ്റവരും ബന്ധുക്കളും ആശങ്കയോടെ ഭയത്തോടെ ഉറ്റുനോക്കിയ ഒരു ചോദ്യമായിരുന്നു. മറുപടിയില്ലാത്ത ഒരു ചോദ്യം. നടനും മിമിക്രി താരവുമായ കലാഭവൻ നവാസിന്റെ മരണത്തിനു പിന്നാലെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ആരാധകരും ഒക്കെ ഏറെ ആശങ്കയോടെ നോക്കിക്കാണുന്ന ഒന്നാണ് ഭാര്യ നടിയുമായ രഹ്ന എങ്ങനെ ഇതിനെ അതിജീവിക്കുമെന്നത്. സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നവാസിന്റെ പഴയ അഭിമുഖങ്ങളൊക്കെ ചർച്ചയാവുകയാണ്. ഭാര്യയും നടിയുമായ രഹ്നയും നവാസും ഒരുമിച്ച് അതിഥികളായി എത്തിയ ഒരു അഭിമുഖത്തിൽ രഹ്ന പറയുന്ന വാക്കുകളാണ് ഇപ്പോൾ വലിയൊരു നോവായി മാറിയിരിക്കുന്നത്. രഹ്ന പറഞ്ഞ വാക്കുകൾ ഇപ്രകാരം: ഉച്ചയ്ക്ക് ഭക്ഷണശേഷമുള്ള ഉറക്കം തനിക്കൊട്ടും ഇഷ്ടമല്ല. ആ സമയത്ത് നവാസ് ഉറങ്ങുമ്പോൾ താൻ ശല്യപ്പെടുത്താറുണ്ട്. എന്തിനാണ് പകൽ സമയം ഉറങ്ങുന്നതെന്നാണ് മനസ്സിൽ തോന്നുക. മരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നേരം കിടന്നുറങ്ങാമല്ലോ എന്നും ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും സംസാരിക്കാമല്ലോ എന്നുമാണ് താൻ ആലോചിക്കുക എന്ന് രഹ്ന വ്യക്തമാക്കി. രഹ്നയുടെ പോസിറ്റീവിനെയും നെഗറ്റീവിനെയും കുറിച്ച് നവാസിനോട് അവതാരക ചോദിച്ചു. അപ്പോഴായിരുന്നു ഈ ഉറക്കത്തെക്കുറിച്ചുള്ള കാര്യം പറഞ്ഞത്. വിവാഹത്തിന് മുമ്പ് തൻ്റെ സഹോദരിയും ഉമ്മയും ഇത്തരത്തിൽ ഉറങ്ങുമ്പോൾ താൻ ശല്യപ്പെടുത്താറുണ്ടായിരുന്നുവെന്നും വിവാഹശേഷം തൻ്റെ ഇര നവാസായെന്നും രഹ്ന ചിരിയോടെ ഈ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. 3 മക്കളും പകൽ ഉറങ്ങുന്ന സ്വഭാവമില്ല, അതിന് താൻ സമ്മതിക്കാറില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ രഹ്ന പറയുന്നുണ്ട്. രഹ്ന കഠിനാധ്വാനിയാണെന്നും എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുമെന്നും അതാണ് അവളുടെ പ്ലസ് പോയിന്റ് എന്നും എന്നാൽ ഉച്ചയ്ക്ക് ഉറങ്ങുന്നവരെ തോണ്ടി വിളിച്ച് ശല്യപ്പെടുത്തുമെന്നും അത് തനിക്ക് ഇഷ്ടമല്ല, താൻ രഹ്നയെ അപ്പോൾ ദേഷ്യത്തോടെ നോക്കുമെന്നായിരുന്നു നവാസ് പറഞ്ഞത്. ഇതിന് മറുപടിയായിട്ടാണ് രഹ്നയുടെ ആ ഒരു വെളിപ്പെടുത്തലും. എന്തായാലും അവരുടെ പഴയ ഇന്റർവ്യൂകളൊക്കെ ഇപ്പോൾ ഒരു നോവായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കലാഭവൻ നവാസിനെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 51 വയസ്സിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. നവാസിന്റെ വിയോഗ വാർത്ത യാതൊരു ദുശീലങ്ങളും ഇല്ലാത്ത ഒരു ഫാമിലി മാനായിരുന്നു നവാസ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞത്. ഭാര്യയും മക്കളുമായിരുന്നു അദ്ദേഹത്തിന് എല്ലാം. തനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം നവാസിക്കയാണെന്ന് രഹ്ന മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. ആ വാക്കുകളും ഇന്ന് വലിയൊരു നോവായി മാറുകയാണ്. അന്ന് രഹ്ന പറഞ്ഞത് ഇപ്രകാരമാണ്: നവാസിക്കയ്ക്ക് എപ്പോഴും ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്, പെട്ടെന്നൊന്നും ദേഷ്യം വരില്ല, ഭയങ്കര കൂളാണ്, വീട്ടിൽ സമാധാനപരമായ അന്തരീക്ഷം വേണമെന്ന് ആഗ്രഹിക്കുന്നയാളാണ്. നവാസിക്ക എല്ലാ കാര്യവും വേഗം അക്സെപ്റ്റ് ചെയ്യും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഫീൽ ചെയ്യുകയൊന്നുമില്ല. എല്ലാത്തിനെയും പോസിറ്റീവായി കാണുന്ന വ്യക്തിയാണ് അദ്ദേഹമെന്നും രഹ്ന ഒരിക്കൽ പറഞ്ഞിരുന്നു. ചോറ്റാനിക്കരയിലെ ലോഡ്ജിലാണ് നവാസിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഷൂട്ടിങ്ങിനായി എത്തിയതായിരുന്നു അദ്ദേഹം. രാത്രിയോടെയാണ് മുറിയിൽ അനക്കമില്ലാതെ കിടക്കുന്നതായി കണ്ടത്. ഉടൻ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഹൃദയാഘാതമാണെന്നാണ് പ്രാഥമിക വിവരം. കലാഭവൻ നവാസിന് അന്ന് മരിക്കുന്ന ദിവസം രാവിലെ നെഞ്ചരിച്ചൽ അനുഭവപ്പെട്ടെങ്കിലും അഭിനയത്തോടുള്ള ആത്മാർത്ഥത കാരണം അദ്ദേഹം ആശുപത്രിയിൽ പോകുന്നത് ഒരു ദിവസം നീട്ടിവെക്കുകയായിരുന്നു. അവസാനം അഭിനയിച്ച പ്രകമ്പനം സിനിമയുടെ ചോറ്റാനിക്കരയിലെ ലൊക്കേഷനിലായിരുന്നു 26 മുതൽ നവാസ്. ഷൂട്ടിങ്ങിന്റെ ആദ്യ ഷെഡ്യൂളിന്റെ അവസാന ദിവസമായിരുന്നു വെള്ളിയാഴ്ച. നെഞ്ചരിച്ചിലുണ്ടായ വിവരം ഭാര്യ പിതാവിനെ ഫോൺ ചെയ്ത് അറിയിച്ചു. കുടുംബ ഡോക്ടർ അഹമ്മദ് കാരോത്തുകുഴിയുമായി ഉടൻ ബന്ധപ്പെടാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. അതനുസരിച്ച് രാവിലെ 6:57 നവാസ് ഡോക്ടർ അഹമ്മദിനെ ഫോണിൽ വിളിച്ചു. ഗ്യാസിന്റെ പ്രശ്നമായിരിക്കുമെന്ന് സംശയം പ്രകടിപ്പിച്ചപ്പോൾ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ഡോക്ടർ അഹമ്മദ് ഇത് സാധാരണ നെഞ്ചരിച്ചിലല്ല, ഉടൻ എന്തെങ്കിലും ആശുപത്രിയിൽ എത്തണമെന്ന് പറഞ്ഞിരുന്നു. ECG എടുത്ത് തനിക്ക് അയക്കാനും ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ഷൂട്ടിംഗ് തടസ്സപ്പെടേണ്ട എന്ന് കരുതിയാകാം രണ്ടും ചെയ്തില്ല. അന്ന് വീട്ടിലേക്ക് മടങ്ങുന്നതിനാൽ പിറ്റേന്ന് ഡോക്ടറെ കാണാമെന്ന് കരുതിയാണ് നവാസ് അത് ആശുപത്രിയിൽ പോകാതിരുന്നത്. പകൽ ഷൂട്ടിംഗ് കഴിഞ്ഞ് ലോഡ്ജിലേക്ക് പോയ നവാസിന് അവിടെ വെച്ചാണ് ഹൃദയാഘാതമുണ്ടായത്. വിജേഷ് പാണത്തൂർ സംവിധാനം ചെയ്യുന്ന ക്യാമ്പസ് മൂവിയായ പ്രകമ്പനത്തിൽ രാഷ്ട്രീയ നേതാവിന്റെ റോളായിരുന്നു നവാസിന്. CPN പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി ആയിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ വേഷം. 2 ദിവസത്തെ ഷൂട്ടിംഗ് കൂടി ബാക്കിയുള്ളപ്പോഴായിരുന്നു വേർപാട് സംഭവിച്ചിരിക്കുന്നത്. മനുഷ്യൻ നിസ്സഹായനാണ്, തിരിച്ചു വീടെത്തുമെന്ന് ഉറപ്പില്ല, നാളെ കാണുമെന്ന്. കലാഭവൻ നവാസിന്റെ അവസാന വാക്കുകൾ വളരെ ശ്രദ്ധേയമായി മാറുകയാണ്. നാടകവും സിനിമയുമായി നടന്ന അബൂബക്കറിന്റെ മകൻ നവാസിനും കലാകാരനാകുക എന്നതായിരുന്നു ജീവിത ലക്ഷ്യം. അത് അദ്ദേഹം നേടിയെടുക്കുകയും ചെയ്തു. കഠിനാധ്വാനത്തിലൂടെയും ഒരുപാട് നാളുകളിലൂടെയുള്ള പരിശ്രമത്തിലൂടെയും. ജയറാമിനെ പോലെയുള്ളവർ മിമിക്രിയിലൂടെ സിനിമയിലെത്തി പച്ചപിടിക്കാൻ തുടങ്ങിയതോടെ നവാസ് കലാഭവനിലെത്തി. തുടർന്ന് 30 വർഷമായി സിനിമാ ലോകത്ത് സജീവമായി തന്നെ തുടരുകയാണ്. ശബ്ദാനുകരണവുമായി നാടാകെ ചിരിപ്പിച്ചു. 100 കണക്കിന് വേദികളും സിനിമയ്ക്ക് പുറത്തും അദ്ദേഹം കീഴടക്കി. നാടകത്തിന് സിനിമയ്ക്കുമായി ജീവിതം സമർപ്പിച്ച അബൂബക്കറിന്റെ മക്കൾ നവാസും നിയാസും കലാലോകത്ത് നിറവായി. തിരക്കുകൾക്കിടയിലും നവാസ് നാടും നാട്ടുകാരുമായുള്ള ബന്ധം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ആലുവയിലേക്ക് താമസം മാറിയെങ്കിലും നാട്ടിലെ ചെറുതും വലുതുമായ പരിപാടികളിലെല്ലാം അദ്ദേഹം സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. S ജാനകിയുടെ സ്വരത്തിൽ പാട്ടുപാടി
അനുകരിച്ച് അദ്ദേഹം ഒരുപാട് കയ്യടി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. നവാസിനെയും നിയാസിനെയും നാടാദരിച്ച ചടങ്ങിൽ വിഷ്വൽ എഡിറ്ററായ അവരുടെ സഹോദരൻ നിസാം അബൂബക്കറിന്റെ സിനിമാ ജീവിതത്തിലെ മുഹൂർത്തങ്ങൾ കോർത്തിണക്കി ഡോക്യുമെന്ററി തയ്യാറാക്കിയിട്ടുണ്ട്. അബൂബക്കറിന്റെ കലാജീവിതത്തെക്കുറിച്ച് നാടിന്റെ ഓർമ്മ പുതുക്കി നാട്ടിലെത്തിയാൽ പരമാവധി സുഹൃത്തുക്കളെ സന്ദർശിച്ച് സൗഹൃദം പുതുക്കാറുണ്ട് നവാസ് എന്നതടക്കമുള്ളതെല്ലാം ഇപ്പോൾ ഒരു വേദനയായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ ഈ സിനിമാ ലോകം ഒന്നടങ്കം അദ്ദേഹത്തിന് അവസാനം ഒരു നോക്ക് കാണാനായി ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടത്. വളരെ വേദനയായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഒരു വേർപാട്. ഉറ്റവരെയൊക്കെ എങ്ങനെ ആശ്വസിപ്പിക്കുമെന്നറിയാതെ സഹപ്രവർത്തകരൊക്കെ കുഴങ്ങുന്ന, പ്രത്യേകിച്ച് രഹ്നയെ എങ്ങനെ ആശ്വസിപ്പിക്കുമെന്ന് അറിയാതെ സഹപ്രവർത്തകരൊക്കെ കുഴങ്ങുന്ന വലിയൊരു പ്രതിരോധത്തിലാവുന്ന കാഴ്ചയാണ് നമ്മൾ അവിടെ നിന്ന് കണ്ടത്. എന്തായാലും നവാസിൻ്റെ മരണകാരണം എന്താണ്, ഹൃദയാഘാതമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഹോട്ടൽ മുറിയിൽ ഈ ഒരു എല്ലാവരും പുറത്തിറങ്ങി, അദ്ദേഹം മാത്രം പുറത്തിറങ്ങുന്നില്ല. പിന്നാലെ പോയി ഈ റൂമിൽ നോക്കിയപ്പോഴായിരുന്നു അദ്ദേഹത്തെ ഈ ഒരു അവസ്ഥയിൽ കണ്ടത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല. തീർച്ചയായിട്ടും വളരെ അപ്രതീക്ഷിതമായി ഉണ്ടായ വിയോഗമാണ്. സഹപ്രവർത്തകർക്കും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകർക്കും വലിയൊരു നടുക്കമുളവാക്കിയ വാർത്തയായിരുന്നു നവാസിൻ്റെ അപ്രതീക്ഷിത വിയോഗം. ആർക്കും ഉൾക്കൊള്ളാനാകുന്നില്ല ഈ വാർത്ത. അതുമാത്രമല്ല, 2 പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടിയാണ് പ്രത്യേകിച്ച് നവാസിനുമായിട്ടുള്ള അടുത്ത് നിൽക്കുന്ന ബന്ധുക്കളും ആൾക്കാരും കടന്നു പോകുന്നത്. ഒന്ന്, നവാസിൻ്റെ മരണം അവർക്ക് ഉൾക്കൊള്ളാനാകുന്നില്ല. രണ്ടാമത്തത്, രഹ്നയെ എങ്ങനെ ആശ്വസിപ്പിക്കും എന്നറിയാതെ അവർ കുഴങ്ങുന്ന സാഹചര്യം. കഴിഞ്ഞ ദിവസം സിനിമാ ലോകം ഒന്നടങ്കം അവസാനമായി അദ്ദേഹത്തെ കാണാൻ വേണ്ടി എത്തിയ കാഴ്ച നമ്മൾ കണ്ടതാണ്. അന്ത്യോപചാരം അർപ്പിക്കാനും അവസാനമായിട്ട് ഒരു നോക്ക് കാണാനും എല്ലാവരും എത്തുന്ന സാഹചര്യമുണ്ടായി. ഒരുപാട് സിനിമകളിൽ വേഷമിട്ടു. പ്രത്യേകിച്ച് കോമഡി റോളുകളാണ് അദ്ദേഹം കൂടുതലും കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതിലൂടെയൊക്കെ നമ്മളെ രസിപ്പിക്കുകയും ഒരുപാട് സീരിയസ് റോളുകളും അദ്ദേഹം ഭംഗിയായി നിർവഹിക്കുകയും ചെയ്തു. അങ്ങനെ വലിയൊരു താരത്തെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. മലയാള സിനിമയുടെ സുവർണ്ണ കാലഘട്ടങ്ങളിലെ ഒരു നടനായി അദ്ദേഹം തിളങ്ങി നിന്നു എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. എന്തായാലും ഈ ഒരു ജനറേഷനിലെ സിനിമകളിലും അദ്ദേഹം തൻ്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഈ വിയോഗം വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും വേദനയോടെയാണ് ഉറ്റവരും പ്രത്യേകിച്ച് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന പ്രേക്ഷകരുമായിരിക്കുന്നത്. ചോറ്റാനിക്കരയിലെ ലോഡ്ജിലായിരുന്നു അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മാത്രമല്ല, ഈ വാർത്ത പുറത്തു വരുമ്പോൾ നമ്മൾ ഗൗരവകരമായിട്ട് എടുക്കുന്ന മറ്റൊരു കാര്യത്തിലേക്ക് കൂടി വിരൽ ചൂണ്ടപ്പെടുന്നുണ്ട്. അതായത് അദ്ദേഹത്തിന് രാവിലെ ഒരു നെഞ്ചരിച്ചിൽ ഉണ്ടാകുന്നു. അത് ഡോക്ടറെ അറിയിച്ചപ്പോൾ വേഗം തന്നെ ആശുപത്രിയിലേക്ക് പോകണം എന്ന നിർദ്ദേശം ഡോക്ടർ നൽകുന്നു. പക്ഷേ അദ്ദേഹം അത് മാറ്റിവെച്ചു. അങ്ങനെ ഒരിക്കലും ചെയ്യരുത് എന്നൊരു സന്ദേശം കൂടി നമുക്ക് നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് നെഞ്ചുവേദന, നെഞ്ചരിച്ചൽ ഇവയൊന്നും നിസ്സാരമായി കാണേണ്ട വസ്തുതകളല്ല എന്ന് മനസ്സിലാക്കിയിരിക്കുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.